നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ചില കുട്ടികളുടെ കയ്യിൽ ഫീസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ലോണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉം. അപ്പോൾ അത് പിന്നെ ഇപ്പം നിലവിൽ നമുക്ക് ഏത് ഡിഗ്രി ആണെങ്കിലും ഇപ്പോൾ ഡിഗ്രി ബി ആവട്ടെ ഏത് ഡിഗ്രി ആവട്ടെ നമ്മൾ ആഡ് ഓൺ കോഴ്സ് ഉൾപ്പെടെ പഠിക്കുമ്പോഴും പിന്നെ നമ്മൾ ഒരു ഫീസ് വന്നാലും അത് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് ഒരു 4 lakhs rupees വരെ വിത്തൗട്ട് പ്രോപ്പർട്ടി വിത്തൗട്ട് കൊലാറ്ററൽ സെക്യൂരിറ്റി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ +2-ന് ജസ്റ്റ് ഒരു 60%, 60-65% പാസ് മാർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ മാനദണ്ഡം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റ് ആവാം, അല്ലെങ്കിൽ എൻട്രൻസ് ഇല്ലാതെയും കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ അത് യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ പ്രകാരമായിരിക്കണം അഡ്മിഷൻ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് എനി നാഷണലൈസ്ഡ് ബാങ്ക്, ഏത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് ലോൺ കിട്ടും. ഉം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ഉം. നമ്മൾ എടുത്ത കോഴ്സ് സെലക്ട് ചെയ്ത കോഴ്സ് അതിന് കോളേജിൻ്റെ ഭാഗത്തു നിന്നും കോളേജിൻ്റെ അഫിലിയേഷൻ, അതുപോലെ തന്നെ കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ, പിന്നെ നമ്മൾ എന്താണോ അതിൻ്റെ മെറിറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പേപ്പറുകളൊക്കെ നമ്മൾ മേടിച്ചതിന് ശേഷം വിദ്യാലക്ഷ്മി പോർട്ടലിലാണ് ആദ്യം അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷ കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ സ്ഥലം ആ സ്ഥലത്തിന് പരിസരത്തുള്ള ഏത് ബാങ്കിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 lakhs rupees എന്ന് പറയുന്നത് വിത്തൗട്ട് കൊളാറ്ററൽ സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞ പോലെ വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അതിന് സമയം എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് കോഴ്സെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി. 3 വർഷം പഠിക്കാനും 1 വർഷം നമുക്കൊരു എക്സ്ട്രാ പീരീഡ് തരും, ആഫ്റ്റർ പീരീഡ് തരും. ഈ 4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബാങ്കിലേക്ക് തിരിച്ചടവ് കൊടുത്താൽ മതി. ഈ 4 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യില്ല, ഇൻട്രസ്റ്റും ഇല്ല, തിരിച്ചടവും ഇല്ല. ഇതാണ് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഈ 4 വർഷം കഴിഞ്ഞ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷത്തേക്ക് നമുക്കൊരു ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ സമയത്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കേണ്ടത്. ഇനി SC ST OBC പോലെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാങ്കും കൂടിയുണ്ട്. അതെല്ലാവർക്കും അറിയില്ല. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ബാങ്ക്, KSBDC ബാങ്ക് എന്ന് പറയും. ഇതെല്ലാ ജില്ലയിലും 14 ജില്ലയിൽ 14 ബാങ്കാണുള്ളത്. ഇവിടെ പോയാൽ നമുക്കൊരു 3 to 4 lakhs rupees വരെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. 4% താഴെ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ ചില ബാങ്കുകൾ പറയാണ് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ. സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഒരു ജാമ്യ വ്യവസ്ഥ ഉണ്ടല്ലോ, ഒരു ഓക്കെ. കുട്ടിക്ക് കൊളാറ്ററലായിട്ട് ഒരാൾ നിൽക്കണം, അതായത് ഈ ബാങ്കിൽ ഈ എമൗണ്ട് തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്. ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിലേക്ക് ഈ കുട്ടിയുടെ ലോൺ മാറ്റി അവിടെ നിന്നും സെൻട്രൽ ഗവൺമെൻറ് ഒരു സപ്പോർട്ട് കൂടിയിട്ട് വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റും. ഇനി അതല്ലാതെ MBFC തുടങ്ങിയിട്ടുള്ള ധാരാളം